കാലചക്രത്തിന്റെ ഭ്രമണപഥത്തിൽ ഓരോ നിമിഷവും ഓരോ നക്ഷത്ര ജാതർക്കും പുതിയ പുതിയ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. നക്ഷത്ര വീതിയിലെ ജ്വലിക്കുന്ന സാന്നിധ്യമായ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് എന്നത് വെറുമൊരു മാസമല്ല, മറിച്ച് അവരുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന ബുധനധിപനായ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിസാമർഥ്യവും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും ഉള്ളവരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളെ പിന്തുടരുന്ന സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾക്കും അനാവശ്യ ചെലവുകൾക്കും ഒരു അന്ത്യം കുറിക്കാൻ പോകുന്ന മാസമായിരിക്കും 2026 മാർച്ച്. എന്തുകൊണ്ടാണ് മാർച്ച് മാസം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? ആകാശമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ വിന്യാസം പരിശോധിക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ കടന്നുവരവും ശനിയുടെ സ്വാധീനവുമെല്ലാം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ധനഭാവത്തെ ഉണർത്തുന്നതായി കാണാം. കഠിനാധ്വാനം ചെയ്തിട്ടും അർഹിച്ച പ്രതിഫലം ലഭിക്കാത്തവർക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കാത്തവർക്കും ഈ മാസം പുതിയ വെളിച്ചം നൽകുന്നു. കടബാധ്യതകളുടെ കരിനിഴലിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകൾ ഈ മാസം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പാദ്യശീലങ്ങളിലും നിക്ഷേപ രീതികളിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കരിയറിലെ ഏത് നീക്കമാണ് നിങ്ങളുടെ സാമ്പത്തിക ബാലൻസ് വർദ്ധിപ്പിക്കുക? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായം നിങ്ങളെ തേടിയെത്തുമോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തനതായ ബുദ്ധിശക്തി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ധനലക്ഷ്മിയെ പ്രീതിപ്പെടുത്താമെന്നും നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും രണ്ടാം പകുതിയോടെ ഗ്രഹനിലകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. ആത്മവിശ്വാസത്തോടെയുള്ള ചുവടുവെപ്പുകൾ നിങ്ങളെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് നയിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവിനും വീട്ടമ്മമാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും ഈ കാലയളവ് വഴിയൊരുക്കുന്നു. എന്നാൽ ഈ ഭാഗ്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില പ്രകാരമുള്ള ജാഗ്രതകളും പരിഹാരങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന ഈ 31 ദിവസങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ പാകുന്നവയാണ്. അനാവശ്യമായ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കാനും ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നടത്താനും തയ്യാറാണെങ്കിൽ 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പന്നമായ മാസമായി മാറുമെന്നതിൽ തർക്കമില്ല. തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഗതിവിഗതികളെ വിവിധ മേഖലകൾ അടിസ്ഥാനമാക്കി വിശദമായി വിശകലനം ചെയ്യുന്ന ഈ വീഡിയോ വരാനിരിക്കുന്ന ഒരു മാസത്തെ മുൻകൂട്ടി കാണാനും കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാമ്പത്തിക വിജയം കൈവരിക്കാനും നിങ്ങളെ സഹായിക്കും. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ മാസം പകുതിയോടെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആകർഷകമായ ശമ്പളത്തോടു കൂടിയ പുതിയ അവസരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് മികച്ച വരുമാന വർധനവ് ഈ മാസം ഉണ്ടാകും. ശമ്പളത്തിന് പുറമെ ബോണസ് അല്ലെങ്കിൽ ഇൻസെന്റീവ് ഇനത്തിൽ പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് എന്നത് നിക്ഷേപങ്ങൾക്കും ലാഭത്തിനുമുള്ള സമയമാണ്. പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനോ ആവശ്യമായ മൂലധനം ബാങ്ക് വായ്പ വഴിയോ പാർട്ണർഷിപ്പ് വഴിയോ കണ്ടെത്താൻ സാധിക്കും. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിദേശത്ത് നിന്ന് വലിയ ഓർഡറുകൾ ലഭിക്കാനും തന്മൂലം വലിയ സാമ്പത്തിക ലാഭം നേടാനും സാധിക്കും. ബിസിനസ്സിൽ ദീർഘകാലമായി കിട്ടാക്കടമായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ മാസം അല്പം ജാഗ്രത പാലിക്കണം. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകളിൽ അമിതമായി പണം മുടക്കുന്നത് ഒഴിവാക്കുക. എങ്കിലും ദീർഘകാല നിക്ഷേപങ്ങൾ ലാഭകരമാകും. മാസത്തിന്റെ രണ്ടാം വാരത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് മികച്ച ആദായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ഭാവിയിൽ ഇത് വലിയൊരു സാമ്പത്തിക സുരക്ഷ നൽകും. സർക്കാർ അംഗീകൃതമായ നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായിരിക്കും. ഭൂമി ഇടപാടുകളിലൂടെ ലാഭം കൊയ്യാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. തറവാട് സ്വത്ത് വിൽക്കാനോ അല്ലെങ്കിൽ പുതിയ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. മധ്യസ്ഥത നിൽക്കുന്നവർക്ക് വലിയ കമ്മീഷൻ തുക ലഭിക്കാൻ ഇടയുണ്ട്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വായ്പകൾ അനുവദിച്ചു കിട്ടും. വീട് നവീകരണത്തിനായി പണം ചെലവാക്കേണ്ടി വരും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സൗകര്യം ഒത്തുവരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ശുഭകാര്യങ്ങൾക്കായി സാമ്പത്തികമായി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് മനസ്സമാധാനം നൽകും. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം കുടുംബത്തിന്റെ ആകെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക ഭാരം കുറയ്ക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി ബാങ്ക് വായ്പകൾ തേടുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ മാർച്ചിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സാ ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കാം. അതിനാൽ ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായി പുതുക്കി വെക്കുന്നത് നന്നായിരിക്കും. മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും സാമ്പത്തിക കരുതലും ആവശ്യമാണ്. ആഡംബരത്തിനും പ്രശസ്തിക്കും വേണ്ടി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുക.
ആർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഭാവിയിൽ ബാധ്യതയായേക്കാം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക. മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. തൃക്കേട്ടയുടെ അധിപൻ ബുധനായതിനാൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും പായസം വഴിപാടായി നൽകുകയും ചെയ്യുന്നത് ഗുണകരമാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളും ബലങ്ങളുമുണ്ട്. ജനിക്കുന്ന സമയത്തെ ഗ്രഹനിലയനുസരിച്ച് ഈ ബലങ്ങളിൽ വ്യത്യാസം വരാം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ 4 പാദങ്ങളിൽ ജനിച്ചവരുടെ വിശദമായ ബലങ്ങൾ നോക്കാം. തൃക്കേട്ട നക്ഷത്രം 1-ാം പാദം നോക്കുമ്പോൾ നവാംശം ധനു, ഭരണഗ്രഹം വ്യാഴം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ച വ്യക്തികൾ വ്യാഴത്തിന്റെ സ്വാധീന വലയത്തിലാണ്. ഇത് അവർക്ക് ഉയർന്ന ചിന്തകളും വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ദാഹവും നൽകുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിലും തത്വശാസ്ത്രപരമായ വിഷയങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണിവർ. തങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനും ക്ഷേമത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇവർ തയ്യാറാകും. തൃക്കേട്ട നക്ഷത്രം 2-ാം പാദം നോക്കുമ്പോൾ നവാംശം മകരം, ഭരണഗ്രഹം ശനി. തൃക്കേട്ടയുടെ 2-ാം പാദത്തിൽ ജനിച്ചവരിൽ ശനിയുടെ സ്വാധീനം ശക്തമായിരിക്കും. ഇത് അവരെ കഠിനാധ്വാനികളും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാക്കുന്നു. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്ന വെല്ലുവിളികൾ ഇവർ ധൈര്യപൂർവ്വം ഏറ്റെടുക്കും. തങ്ങളുടെ ജോലിയോടും കടമയോടും ഇവർക്ക് വലിയ ആത്മാർത്ഥതയുണ്ടാകും. നീതിബോധം ഇവരുടെ മുഖമുദ്രയാണ്. ഏത് സാഹചര്യത്തിലും ന്യായത്തിന്റെ പക്ഷത്ത് നിലകൊള്ളാൻ ഇവർ ശ്രമിക്കും. സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ വിജയം നേടുന്നവരാണിവർ. ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റും. സത്യത്തിനും നീതിക്കും വേണ്ടി ശക്തമായി വാദിക്കും. നിയമപരമായ കാര്യങ്ങളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. ഭൗതികമായ വിജയത്തിന് പ്രാധാന്യം നൽകുന്നവരാണിവർ. പണവും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാൻ പ്രയത്നിക്കും. കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും ചിലപ്പോൾ കർശനമായി പെരുമാറാൻ സാധ്യതയുണ്ട്. ഇവരുടെ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും. തൃക്കേട്ട നക്ഷത്രം 3-ാം പാദം നവാംശം കുംഭം, ഭരണഗ്രഹം ശനി. 2-ാം പാദത്തെ പോലെ 3-ാം പാദത്തിലും ശനിയുടെ സ്വാധീനം കാണാം. എന്നാൽ ഇവിടെ ശനിയുടെ സ്വാധീനം സാമൂഹികവും മാനുഷികവുമായ തലത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു. ഇവർ അറിവുള്ളവരും സാമൂഹിക സേവന തത്പരരുമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണിവർ. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലും സംഘടനകളിലും സജീവമായി പങ്കാളികളാകും. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ പെരുമാറ്റമായിരിക്കും ഇവരുടേത്. ദാനധർമ്മങ്ങളിൽ തത്പരരായിരിക്കും. കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടാകും. എന്നാൽ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ കാലതാമസം നേരിടാം. തൃക്കേട്ട നക്ഷത്രം 4-ാം പാദം നോക്കുമ്പോൾ നവാംശം മീനം, ഭരണഗ്രഹം വ്യാഴം. തൃക്കേട്ടയുടെ അവസാന പാദത്തിൽ ജനിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ ആത്മീയവും വൈകാരികവുമായ സ്വാധീനം പ്രകടമാകും. ഇവർ വളരെ ലോലഹൃദയരും വികാരങ്ങൾക്ക് എളുപ്പത്തിൽ അടിപ്പെടുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഇവർ ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യും. ഭാവനാശാലികളായ ഇവർക്ക് കലാരംഗത്തും സാഹിത്യത്തിലും ശോഭിക്കാൻ കഴിയും. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും ഇവരെ ആഴത്തിൽ സ്വാധീനിക്കും. 2026 മാർച്ച് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്നു. വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. എങ്കിലും ശനിയുടെ 5-ാം ഭാവത്തിലെ സ്ഥിതി ബുദ്ധിപരമായ നീക്കങ്ങൾ ആവശ്യപ്പെടുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയും ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.